الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് യഥാർത്ഥ മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിച്ചു മരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഓതിവെച്ച രണ്ട് വചനങ്ങൾ രണ്ടാം അധ്യായമായ അൽ ബഖറയിലെ 45-46 വചനങ്ങളാണ്. ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഉണർത്തുന്ന കൂട്ടത്തിൽപ്പെട്ട രണ്ട് വചനങ്ങളാണ്. അതിന്റെ സാരം വസ്തഈനു, നിങ്ങൾ സഹായം തേടുകയും ചെയ്യുക, ബിസ്സബരി, സഹനം കൊണ്ടും, വസ്സലാത്തി, നമസ്കാരം കൊണ്ടും, വഇന്നഹ, തീർച്ചയായും ആ നമസ്കാരം, ലകബീറത്തുൻ, വലിയ പ്രയാസമുള്ള കാര്യമാണ്, ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തി ഉള്ളവരല്ലാത്തവർ ഒഴികെ അവർക്ക് പ്രയാസമല്ല എന്ന് സാരം. ആരാണ് ആ ഭക്തി ഉള്ളവർ? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന് വിചാരിക്കുന്നവരാണ് ഭക്തിയുള്ളവർ. വഅന്നഹും ഇലൈഹി റാജിഊൻ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരുമാകുന്നു എന്ന് വിചാരിക്കുന്നവരാണ് ഖാശിഈങ്ങൾ, ഭക്തിയുള്ളവർ. അവർക്ക് നമസ്കാരം ഒരു ഭാരമല്ല, അല്ലാത്തവർക്കെല്ലാം നമസ്കാരം ഒരു ഭാരമാണ്. എന്നാൽ ആ നമസ്കാരം കൊണ്ടും സഹനം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക എന്നാണ് ഈ വചനത്തിന്റെ സാരം. വിശുദ്ധ ഖുർആനിലെ 3 സ്ഥലങ്ങളിൽ ഈ സഹായം തേടലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഈ വചനമാണ്. രണ്ടാമത്തത് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു പറയുന്നതാണ്, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമ കൈക്കൊള്ളുന്നവരോടൊപ്പമാകുന്നു. അത് സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ വചനമാണ്. മറ്റൊന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്നതായി സൂറ അഅറാഫിലെ 128-ാമത്തെ വചനത്തിലുള്ള പരാമർശമാണ്. ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക.
വസ്ബിറൂ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക. ഇന്നൽ അർള ലില്ലാഹ്, തീർച്ചയായും ഭൂമി അല്ലാഹുവിൻ്റെതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അവന്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അത് അനന്തരാവകാശമായി നൽകും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ശുഭ പര്യവസാനം തഖ്വയിൽ അധിഷ്ഠിത ജീവിതം നയിച്ചവർക്കാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഈ 3 വചനങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അല്പം ചർച്ചയാണ് ഇന്നത്തെ ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന്, അള്ളാഹുവിനോടുള്ള സഹായം തേടലാണ്. 2, ആ സഹായം തേടുന്നതിന് ഉപയോഗിക്കേണ്ട 2 മാർഗങ്ങളാണ്. ഒന്ന് ക്ഷമയും, മറ്റൊന്ന് നമസ്കാരവും. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും വേവലാതികളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മരണങ്ങളും ഇല്ലാത്തവരായി ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അങ്ങ് സുഖസുഷുപ്തിയിൽ ജീവിച്ചാൽ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? അതൊരിക്കലും ഉണ്ടാവില്ല. രോഗമില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, മരണങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ലോകം, അത് പരലോകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇഹലോകത്താണ് നാം ജീവിക്കുന്നത് എങ്കിൽ ഇതെല്ലാം നാം നേരിട്ട് പോയേ തീരൂ. അതുകൊണ്ട് ആ രംഗത്ത് നാം ഒരിക്കലും നിരാശരാവുകയോ അങ്ങേയറ്റം എല്ലാം തീർന്നു എന്ന് വിചാരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. കാരണം ഏത് പ്രതിസന്ധികൾക്ക് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്വാസം, വിജയം ഉറപ്പ് നൽകുന്നുണ്ട്. അതാണ് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാരുണ്യവാനാണ്, റഹ്മാനും റഹീമുമാണ്, റഊഫാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായ മനുഷ്യന്റെ മുമ്പിൽ എല്ലാ കവാടങ്ങളും കൊട്ടി അടയ്ക്കുകയില്ല. ഏതെങ്കിലും കവാടങ്ങൾ ഒന്ന് കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ മറ്റൊന്ന് അവന്റെ മുമ്പിൽ അല്ലാഹു തുറക്കും. അങ്ങനെയുള്ള കവാടങ്ങൾ തുറക്കാൻ, പ്രതിസന്ധി ഘട്ടങ്ങളാകുന്ന കവാടങ്ങളെ തരണം ചെയ്ത് തുറന്ന് മുന്നോട്ട് പോകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില താക്കോലുകൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ താക്കോലുകൾ കൊണ്ട് നമ്മൾ തന്നെയാണ് അത് തുറക്കേണ്ടത് എന്ന് സാരം. അപ്പൊ ആ താക്കോലുകൾ ഏതാണ്? ചുരുങ്ങിയ വാചകങ്ങളിലൂടെ അതിലൂടെ നമുക്കൊന്ന് പോകാം. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഒരു കാര്യം ചെയ്താൽ അവൻ മുദബ്ബിറുൽ ഉമൂറാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ആ മുദബ്ബിറുൽ ഉമൂറായ അള്ളാഹു ഒരു കാര്യം നിശ്ചയിച്ച് അത് നടപ്പിലായി കഴിഞ്ഞാൽ അതിന്റെ യുക്തിയും അതിന്റെ ഹിക്മത്തും ഒന്നും തേടി നടന്നാൽ നമുക്ക് ആർക്കും കിട്ടൂല. ഉറപ്പായ കാര്യമാണ്. ആ നമ്മളുടെ ചിന്തക്കും നമ്മളുടെ ആലോചനകൾക്കും ഒക്കെ അപ്പുറമായിരിക്കും അള്ളാഹു ആ ചെയ്ത കാര്യം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഇത് എന്നറിയാതെ നമ്മളൊക്കെ അന്തം വിട്ട് നിൽക്കാറുണ്ട്. എന്താണ് ഈ സംഭവിച്ചത്? മറുപടിയില്ല. എന്താന്ന് നമുക്കറിയില്ല. അന്വേഷിച്ചാൽ അവിടെ എത്തുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അത് അല്ലാഹുവിന്റെ നിശ്ചയമാണ്. ആ നിശ്ചയത്തിന്റെ മുന്നിൽ സബർ കൊണ്ട് കീഴടങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഉറ്റവരുടെ മരണങ്ങളായാലും ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നവരുടെ രോഗങ്ങളായിരുന്നാലും നല്ല സമ്പന്നതയിൽ ജീവിച്ചിരുന്നവരുടെ ദാരിദ്ര്യത്തിലേക്കുള്ള മൂക്കുകുത്തി വീഴലായിരുന്നാലും ഒക്കെ ഇതാണ് ശരി. ഇതാണ് നമ്മളെ ചിന്തയ്ക്ക് കൊണ്ടുപോവുക. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ ചിന്തനീയമായ ഒരു വാചകം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും അവന്റെ ദാസന്റെ മുമ്പിൽ മറച്ചു വെച്ച കാര്യങ്ങൾ അത് പൂർണ്ണമായും ഒരു അറിയുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, കൽപ്പനകൾ അള്ളാഹു നടപ്പിൽ വരുത്തിയത് എന്ന് അവനെങ്ങാനും അറിഞ്ഞിരുന്നു എങ്കിൽ, അറിയാൻ കഴിയുമായിരുന്നു എങ്കിൽ ആ ദാസന്മാരുടെ മനസ്സ് ഉരുകിപ്പോകുമായിരുന്നു
എന്തുകൊണ്ട്? ഹുബ്ബല്ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹം നിമിത്തം, വശുക്റൻ ലഹു, അവനോടുള്ള നന്ദി മൂലവും അവന്റെ ഖൽബ് ഒഴുകിപ്പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരിക്കലും നമുക്കത് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ മറച്ചു വെക്കുന്നത് ചില കാര്യങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിന്റെ പിന്നാലെ പാഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ മഹാനായ ഹസനുൽ ബസരി റഹിമഹുള്ള പറയുന്നുണ്ട്, ലാ തക്റഹുൽ ബലായൽ വാഖിഅ വൽ മസായിബൽ ഹാദിസ, നിങ്ങൾക്ക് സംഭവിക്കുന്ന പരീക്ഷണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന അപകടങ്ങളും ആപത്തുകളെ കുറിച്ചും ഒരിക്കലും നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കരുത്. ലാ തക്റഹു, ഒരിക്കലും അതിനോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നരുത്. കാരണം ഫലറുബ്ബ അംരിൻ തുക്രിഹു ഫീഹി നജാതു, നിങ്ങൾ അങ്ങനെ വെറുക്കുന്ന എത്രയോ കാര്യങ്ങളായിരിക്കും നിന്റെ രക്ഷ അള്ളാഹു അങ്കുരിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഒരു പരീക്ഷണങ്ങളെയും ഒരു പ്രയാസങ്ങളെയും വെറുപ്പോടെ നോക്കിക്കാണരുത് എന്നാണ് ഹസനുൽ ബസരി റഹിമഹുള്ള ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ആ താക്കോലുകളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് അഭിമുഖീകരിക്കേണ്ടി വന്നാലും പ്രയാസകരമായ കാര്യങ്ങൾ ഉണ്ടായാലും നമ്മുടെ നാക്കിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ആദ്യത്തെ വാചകം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതായിരിക്കണം. അവിടെയെല്ലാം തീർക്കണം, തീർത്തേ പറ്റൂ, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അതാണ് ഒന്നാമത്തെ താക്കോൽ. രണ്ടാമത്തെ താക്കോൽ ക്ഷമയാണ്. അതോടൊപ്പം വേണ്ട ഒരു കാര്യം ക്ഷമയാണ്. ആ ക്ഷമയുടെ പ്രാധാന്യത്തെ കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. അല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല, കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ താക്കോൽ നമസ്കാരമാണ്. അതുകൊണ്ടാണ് ഈ വചനങ്ങളിലൊക്കെ സബർ കഴിഞ്ഞ ഉടനെ സലാത്ത് കൂട്ടി പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസനഹു അംറുൻ സല്ല, പ്രവാചകന് ദുഃഖകരമായ പ്രയാസകരമായ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവാചകന് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ നമസ്കരിക്കുമായിരുന്നു എന്നാണ് പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയുമല്ല, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നതിന്റെ കൂടെ പറയുന്ന ഒരു വാക്കുണ്ട്, യാ ബിലാൽ ബിലാൽ, നമസ്കാരത്തിന് വേണ്ടി വിളിക്കൂ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കൂ, അതിനുവേണ്ടി വിളിക്കൂ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അരിഹിനാ ബിഹാ, ആ നമസ്കാരം കൊണ്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷവും കുളിർമയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് നമസ്കരിക്കുമ്പോൾ സന്തോഷമാണോ, കുളിർമയാണോ, മനസ്സമാധാനമാണോ നമുക്കുണ്ടാകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമസ്കാരം നൽകുന്ന മനഃശാന്തി, നമസ്കാരം നൽകുന്ന കുളിർമ, ശാന്തി, സമാധാനം, സ്വസ്ഥത വളരെ വലുതാണ്. അതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ആ നമസ്കാരത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സഹായം തേടണം അല്ലാഹുവിനോട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം സൂചിപ്പിക്കട്ടെ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്രയിലാണ്. ആ യാത്രാവേളയിൽ അദ്ദേഹത്തിന്റെ സഹോദരനായ കുസം എന്ന് പറയുന്ന സഹോദരനെ കുറിച്ചുള്ള മരണവാർത്ത അദ്ദേഹത്തിലെത്തി. ആ സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യം തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആദ്യത്തെ പൂട്ട് അദ്ദേഹം തുറന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് അദ്ദേഹം വഴിയിൽ നിന്ന് നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് അല്പം അകലത്തേക്ക് മാറി നിന്നു. എന്നിട്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കൊണ്ട് മുട്ടുകുത്തിച്ച് ഒട്ടകത്തെ അവിടെ കിടത്തി. എന്നിട്ട് അത് മറയാക്കിക്കൊണ്ട് അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരത്തിലെ ഇരുത്തം കുറെ അധികം ദീർഘിപ്പിച്ചു നമസ്കാരാനന്തരവും. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് തന്റെ വാഹനവുമായി നടന്നു പോകുമ്പോൾ അദ്ദേഹം ഓതിയ വാചകമാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്ന ഈ വചനം ഓതിക്കൊണ്ട് യാത്ര തുടർന്നു എന്നാണ്. അദ്ദേഹത്തെ സ്വസ്ഥതപ്പെടുത്തിയതാണ്.
സമാധാനപ്പെടുത്തിയതാണ്. യാത്രാവേളയാണ്, തന്റെ സഹോദരനാണ് മരണപ്പെട്ടിരിക്കുന്നത്. വിവരം അറിഞ്ഞപ്പോഴേക്കും ചെയ്യാൻ ഇതല്ലാതെ തന്റെ മുമ്പിൽ വേറൊന്നുമില്ല, കാരണം എനിക്ക് അതിനെ അതിജയിച്ചേ പറ്റൂ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാം. അതിജയിക്കാതെ പോകാനും കഴിയില്ലല്ലോ. തന്നെയുമല്ല, മൊത്തത്തിൽ നമസ്കാരങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് വിഷമഘട്ടത്തിൽ നമസ്കാരം നൽകുന്ന ആശ്വാസത്തെ കുറിച്ചും മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന ചില പരാമർശങ്ങളുണ്ട്. നമസ്കരിക്കുന്നവർക്കുള്ള വലിയ സന്തോഷ വാർത്തയാണത്, നമസ്കരിക്കാത്തവർക്ക് തീരാ നാശവുമാണത് എന്ന് സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറയുകയാണ്, നമസ്കാരം എന്ന് പറയുന്നത് ഉപജീവനത്തെ കൊണ്ടുവരുന്നതാണ്, റിസ്കിനെ കൊണ്ടുവരുന്നതാണ്. ആരോഗ്യത്തെ സൂക്ഷിക്കുന്നതാണ്. ബുദ്ധിമുട്ടുകളെ തടഞ്ഞു നിർത്തുന്നതാണ്. രോഗങ്ങളെ അകറ്റി നിർത്തുന്നതാണ്. മുഖവ്വിയത്തുല്ലിൽ ഖൽബ്, ഹൃദയത്തിന് ശക്തി പകരുന്നതാണ്. മുബയ്യിദത്തുല്ലിൽ വജ്ഹ്, മുഖത്തിന് പ്രകാശം നൽകുന്നതാണ്. മുഫ്രിഹത്തുല്ലിൻ നഫ്സ്, ആത്മാവിന് മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. മുദിഹിബത്തുല്ലിൽ കസൽ, മടിയെ ഇല്ലാതാക്കുന്നതാണ്. നമസ്കാരത്തെ കുറിച്ച് വിലയിരുത്തിയ പൂർവികന്മാരായ പണ്ഡിതന്മാരുടെ നിരീക്ഷണങ്ങളാണ്. ഓരോന്നും എടുത്തു വെക്കുങ്ങൾ വിശദീകരണം അർഹിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, അതിന്റെ ആശയം മനസ്സിലിരിക്കട്ടെ. നമസ്കരിക്കുന്നവർ ആ രൂപത്തിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പുറമെ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ അതിജയിക്കാൻ അള്ളാഹുവിനോട് സഹായം തേടാനുള്ള താക്കോലായിട്ട് നമുക്ക് നിശ്ചയിച്ചെന്നതാണ് നമസ്കാരം. അത്രേ പറയുന്നുള്ളൂ. അടുത്തത്, നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും ഏറ്റവും വലിയ ശമനം പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. അത് പാരായണം ചെയ്യൽ, അത് ഓർക്കൽ, അത് മനസ്സിൽ കൊണ്ടുവരൽ, അത് കേൾക്കൽ, അങ്ങനെ ഖുർആനുമായിട്ടുള്ള ബന്ധം. സൂറത്ത് ഇസ്രായിലെ 82-ാമത്തെ വചനം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഖുർആനിൽ നിന്ന് നാം അവതരിപ്പിച്ചിരിക്കുന്നു വിശ്വാസികൾക്ക് കാരുണ്യവും ശിഫയുമായി ശമനവുമായി. ഊതി ഒഴിക്കല് മാത്രമല്ല, പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കലല്ല, അരയിൽ കെട്ടലല്ല, മറിച്ച് ഖുർആനുമായി നമുക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ്? അത് പാരായണം ചെയ്യണം, അത് പഠിക്കണം. ഒരു നിമിഷം പ്രിയമുള്ളവരെ അല്പസമയം ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. നമ്മളെ വേട്ടയാടുന്ന എന്തെങ്കിലും ഒരു പ്രയാസം, ആ പ്രയാസവേളയിൽ നമ്മൾ ഒതുവെടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് പാരായണം ചെയ്താൽ നമ്മുടെ മനസ്സിങ്ങനെ ആ ഭാരം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതാണ് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതാണ് അടുത്തതായി പറഞ്ഞ താക്കോൽ. തന്നെയുമല്ല, ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഉപദേശം വന്നിരിക്കുന്നു. ഹൃദയങ്ങളുള്ള രോഗങ്ങളുടെ ശമനവും വന്നിരിക്കുന്നു. വഹുദൻ, സന്മാർഗവും വന്നിരിക്കുന്നു. വറഹ്മ, കാരുണ്യവും വന്നിരിക്കുന്നു. വിശ്വാസികൾക്ക് എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാനായ ഇമാമുൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിൽ പറയുന്നുണ്ട്, ഫൽ ഖുർആനു ഹുവ ശിഫാഉത് താം, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പരിപൂർണമായ ഒരു ശമനമാണ്. മിൻ ജംഇൽ അദവാഇൽ ഖൽബിയ്യ വൽ ബദനിയ്യ, ശാരീരികവും മാനസികവുമായ സർവ രോഗങ്ങളിൽ നിന്നുമുള്ള ശമനമാകുന്നു ഖുർആൻ. വഅദവാഉദ് ദുനിയ വൽ ആഖിറ, പരലോകം, ഇഹത്തിലും പരലോകത്തിലുമുള്ള മരുന്നുകളാണ്, ഔഷധങ്ങളാണത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശുദ്ധ ഖുർആന്റെ പാരായണത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് തീർച്ചയായും അള്ളാഹുവിനോട് അടുക്കാനും അതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാനും കഴിയും. മറ്റൊന്ന് പാപമോചനം തേടലാണ്, ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമുക്കറിയാം, പലപ്പോഴും നമ്മിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകളും നമ്മിൽ നിന്നുണ്ടാകുന്ന പാപങ്ങളും കുറ്റങ്ങളും തെറ്റുകുറ്റങ്ങളും ആയിരിക്കാം പലപ്പോഴും നമ്മുടെ മുന്നിൽ സൗഭാഗ്യത്തിന്റെ കവാടങ്ങൾ പൊട്ടിയടയ്ക്കുവാൻ കാരണമായി തീരുക. അതുകൊണ്ട് തുറക്കാൻ ഇസ്തിഗ്ഫാറാണ് താക്കോലായി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ
വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ആരെങ്കിലും ഇസ്തിഗ്ഫാർ നിരന്തരമായി ചെയ്താൽ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം, ഇതൊക്കെ തന്നെയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അത് മുടങ്ങാതെ ഒരു മനുഷ്യൻ ചെയ്താൽ ഏത് പ്രയാസത്തിൽ നിന്നും അല്ലാഹു പോംവഴി നൽകും, ഏത് ബുദ്ധിമുട്ടിൽ നിന്നും എളുപ്പമുണ്ടാക്കി തരും അല്ലാഹു. നിലച്ചിരിക്കാത്ത നിലയിൽ അല്ലാഹു റിസ്ഖ് നൽകും, ഉപജീവനം നൽകും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ അത് ഒരു ഇസ്തിഗ്ഫാർ എന്നുള്ളത് മറ്റൊരു താക്കോലായി നാം കാണുക. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ, മുന്നിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ നമുക്ക് നിശ്ചയിച്ചു തന്ന താക്കോലുകൾ ഒന്നാണ്. നമ്മുടെ കയ്യിൽ തന്നെയാണ്, നമ്മളാണ് അത് ചെയ്യേണ്ടത് എന്ന് സാരം. ഒരിക്കൽ മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയോട് അദ്ദേഹം സദസ്സിൽ അദ്ദേഹത്തിന് അനുചരന്മാരുമായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സന്ദർഭത്തിൽ 4 തരത്തിലുള്ള പ്രയാസങ്ങൾ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയോട് 4 ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണർന്നു. ഒരാൾ പറഞ്ഞത് നാട്ടിൽ മുഴുവൻ വറുതിയാണ്, വെള്ളമില്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. മറ്റൊരാൾ പറഞ്ഞു വിവാഹം കഴിച്ചിട്ട് നാളുകളായി സന്താനങ്ങളില്ല, എന്ത് ചെയ്യും. മൂന്നാമത്തവന്റെ ചോദ്യം തോട്ടത്തിൽ വിളയൊന്നും നന്നായി ഉണ്ടാകുന്നില്ല, വിളകളൊന്നും നന്നാകുന്നില്ല, ഒക്കെ ശുഷ്കിച്ചു പോവുകയാണ്, ഇല്ല തീർന്നു പോവുകയാണ്. നാലാമൻ ചോദിച്ചു ഭയങ്കര കടബാധ്യത, നിക്കക്കള്ളിയില്ല, സാമ്പത്തികമായ പ്രതിസന്ധി, എന്താ പരിഹാരം. 4 ചോദ്യം വന്നു. ഒറ്റേ ഒരു മറുപടി, ഇസ്തഗ്ഫിരില്ലാഹ്, അല്ലാഹുവിനോട് പാപമോചനം തേടുക. ഇത് കേട്ട മാത്രയിൽ മറ്റുള്ളവർ ചോദിച്ചു, അല്ല ഹസനുൽ ബസരി അങ്ങ് 4 തരത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞു, 4നും ഒരൊറ്റ മരുന്നാണ് നിശ്ചയിച്ചത്, ഔഷധമാണ് നിശ്ചയിച്ചത്, എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ മറുപടി ഇതെന്റെ സ്വന്തം അഭിപ്രായമല്ല. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുചരന്മാരോട് പറഞ്ഞത് ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. അല്ലാഹുവിനോട് പാപമോചനം തേട്, മഴ വർഷിക്കും, ഭൂമി കിളിർക്കും, അതുപോലെ ധനമുണ്ടാകും, സന്താന ലഭ്യത ഉണ്ടാകും എന്നൊക്കെ നൂഹ് നബിയോട് പറഞ്ഞ അതേ വാക്കുകളല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് എടുത്തു പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അപ്പൊ ഇസ്തിഗ്ഫാർ, മറ്റൊന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മറ്റൊരു ഏറ്റവും വലിയ ഔഷധമാണ് ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത്. മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുക എന്നുള്ളത് തന്നെയാണ് അടുത്തത്. അത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കാണാം. സക്കരിയ നബി പ്രാർത്ഥിച്ച് യഹ്യാ നബി വന്ന ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജനമായ ഭൂമിയിൽ ഭാര്യയും മകനെയും കൊണ്ടുപോയിട്ട ചരിത്രം, എന്നിട്ട് പ്രാർത്ഥിച്ച ചരിത്രം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗത്തിന് വിധേയനായി എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടിട്ട് ആ കൂരിരുട്ടിൽ, കടലിന്റെയും മത്സ്യത്തിന്റെയും വയറ്റിലുള്ള ആ കൂരിരുട്ടിൽ പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്ത ദുആ, അതിനൊക്കെ അള്ളാഹു നൽകിയ മറുപടി അത് നമുക്കും കരണീയമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തന്നെയുമല്ല അസാധ്യമായത് ലളിതമാക്കി തരാൻ അള്ളാഹുവിനെ കഴിയും, മറ്റാർക്കും കഴിയില്ല, വേറൊരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാവുക. തന്നെയുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല, അല്ലാഹുവേ നീ എളുപ്പമാക്കിയതല്ലാതെ വേറൊരു എളുപ്പവുമില്ല. വഅന്ത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹല, ഏറ്റവും പ്രയാസകരമായ കാര്യം പോലും നീ ഉദ്ദേശിച്ചാൽ എളുപ്പമായി തീരുന്നാഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ അല്ലാത്ത പ്രാർത്ഥനകളൊക്കെ അല്ലാഹുവിനോട് ചെയ്താൽ ഈ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു മോചനമായി മാറുമെന്ന് തിരിച്ചറിയുക. മറ്റൊന്ന്, ആറാമത്തതായി സൂചിപ്പിക്കാനുള്ളത്, ഇനി ഭൗതിക ലോകം എന്ന് പറയുന്നത് നശ്വരമാണ്, ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് നമ്മൾ പോയേ തീരൂ. ആ പോകുന്ന പോക്കില് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ ഏറ്റവും വലിയ വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ് ഭൗതിക ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ ക്ഷമയോടെ, സഹനതയോടെ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തരണം ചെയ്തു പോയാൽ
അവിടെ സ്വർഗം കിട്ടും എന്നുള്ള ആ ഒരു ബോധം, അത് ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ സ്വർഗത്തിലെ മലക്കുകൾ നമ്മളെ സ്വീകരിക്കുന്ന, നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രയോഗമുണ്ട്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സ്വർഗവാസികളോട് മലക്കുകൾ പറയുന്ന വാക്കാണ്, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകട്ടെ. എന്തിനാണ് രക്ഷ? ബിമാ സബർതും. നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് ക്ഷമിച്ചു, ഒരുപാട് സഹിച്ചു, ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തു. അതിനുള്ള പ്രതിഫലമായി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. എത്ര നല്ല ഭവനമാണത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലെ 24-ാമത്തെ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ലോകം മുഴുവൻ എതിരായാലും അള്ളാഹു കൂടെ ഉണ്ടെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം. ആരൊക്കെ എതിരായാലും, എന്തൊക്കെ തകർത്താലും, ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള ബോധം, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം, നമുക്ക് നൽകുന്ന കരുത്ത്, നമുക്ക് നൽകുന്ന തന്റെ ഇടം, നമുക്ക് നൽകേണ്ട ശക്തി വളരെ വലുതാണ്. അത് മറ്റൊരു താക്കോല. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും എനിക്ക് അള്ളാഹു നല്ലതേ നൽകൂ, എന്ത് സംഭവിച്ചാലും ശരി, ഇതിലൂടെ അല്ലെങ്കിൽ ഇതിന് പകരം അള്ളാഹു എനിക്ക് നല്ലതേ നൽകൂ എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുന്നതിന് വേണ്ടി, ആ കവാടങ്ങൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള താക്കോലുകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ താക്കോലുകൾ നമ്മൾ മറന്നാൽ, അതുകൊണ്ട് തുറക്കാൻ ശ്രമിക്കാതിരുന്നാൽ, അതൊഴിവാക്കിയാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയില്ല എന്ന് വിശ്വാസി സമൂഹത്തെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ് ഞാനും നിങ്ങളും ഇപ്പോൾ മനസ്സിലാക്കിയത്. അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവൃത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അതിന്റെ എല്ലാ വിലയും അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണക്കാരാരാണെന്നൊന്നും ഞാനിവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളിലും വേണ്ട വിധത്തിൽ ഇടപെടാതെ, ഈ രാജ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാതെയുള്ള ഇടപെടലുകളാണ് അതിനൊക്കെ കാരണം. ഒരു പ്രത്യേക സമുദായത്തെ മാറ്റി നിർത്തി എല്ലാ അർത്ഥത്തിലും ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢമായ നീക്കം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മുസ്ലിം സമൂഹത്തെ വെട്ടിക്കളയാനുള്ള തീരുമാനങ്ങൾ. എന്തിനാ അവൾ ഒളിച്ചു വെക്കുന്നത്? ആരെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അന്വേഷിച്ച് മറുപടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ അങ്ങനെ ആയിക്കൂടാ. ഇന്ത്യ എല്ലാവരുടെയും രാജ്യമാണ്, ആരുടെയും സ്വന്തം അല്ല. ഇന്ത്യ എല്ലാവരുടെയുമാണ്. ഇവിടുത്തെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും സിഖുകാരന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ഒക്കെ നാടാണ് ഇന്ത്യ രാജ്യം. അപ്പൊ ആ നിലയിൽ അതുപോലെ തന്നെ എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നു. വഖഫ് നിയമം ഇപ്പോൾ തന്നെ ആശങ്കകൾ ഇങ്ങനെ പരത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പോലും വളരെ ആശങ്കകൾ പരക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അവർ പരലോകത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നീക്കി വെക്കുന്ന സ്വത്താണ് വഖഫ് എന്ന് പറയുന്നത്. അത് കൈകാര്യം ചെയ്യാൻ, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് കൈകാര്യം ചെയ്യുന്നത് നൽകുന്ന ആൾക്കാർക്കും ആ ഉമ്മത്തിനുമാണ്. അതിൽ മറ്റുള്ള ആൾക്കാരെ കുത്തിക്കയറ്റി അതാകെ മലീമസമാക്കാൻ ശ്രമിക്കുന്ന ശ്രമം ഒന്നും
ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ കോടതിയിൽ കിടപ്പുണ്ട്, തീരുമാനമായിട്ടില്ല, സമ്പൂർണമായ വിധി വന്നിട്ടില്ല. ഇതൊക്കെ നമുക്ക് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്നവരാണ് നമ്മുടെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും, യുവാക്കളും വിദ്യാർത്ഥികളും. അവര് ഡൽഹിയിലെ തെരുവീതിയിൽ രക്തം ചിന്തുകയും എന്തിന്? ന്യായമായ അവകാശത്തിന് വേണ്ടി. തികച്ചും ന്യായം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും പറയില്ലേ, തികച്ചും ന്യായമായ അവകാശത്തിന് വേണ്ടി. നിങ്ങളൊന്ന് നോക്കും, നമുക്കൊക്കെ മക്കളുണ്ട്. നമ്മുടെയൊക്കെ മക്കളെ പഠിപ്പിച്ചിപ്പം SSLC കഴിഞ്ഞ് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ആ ഹയർ സെക്കൻഡറിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യേക കോച്ചിങ് കൊടുത്ത് അവരെ വലിയ നിലയിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച് വീട് പണയപ്പെടുത്തുന്നവരുണ്ട്, കടം പേറുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് രൂപത്തിലായി 4-5 വർഷം രാപ്പകൽ ഈ കുട്ടികൾ കിടന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഊണും ഉറപ്പും ഒഴിച്ച് പഠിച്ച് ആ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാതെ പോകുന്ന അവസ്ഥ. എങ്ങനെ കിട്ടാതെ പോകുന്നു? അവരെഴുതാഞ്ഞിട്ടല്ല, കുറുക്കു വഴിയിലൂടെ, അഴിമതിയിലൂടെ, സ്വജനപക്ഷപാതത്തിലൂടെ പല രൂപത്തിലും അത് ഇല്ലാതാക്കി രാഷ്ട്രീയമായ അധികാരം ഉപയോഗപ്പെടുത്തി പൈസ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയെടുത്ത് എഴുതി ബാക്കി കഷ്ടപ്പെട്ട മക്കളെ അനാഥത്വത്തിലേക്ക് തള്ളിവിടുന്ന, പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന, ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയിടുന്ന രൂപത്തിലുള്ള നീക്കങ്ങൾക്കെതിരെയാണ് ആ കുട്ടികൾ സമരം ചെയ്യുന്നത്. അവരെ പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമല്ല. ആ കുട്ടികളുടെ ഭാവിയാണ് നാം നോക്കേണ്ടത്. അതിനോടുള്ള പൂർണ്ണമായ പിന്തുണ, ഐക്യദാർഢ്യം നമുക്ക് നൽകേണ്ടതുണ്ട് ആ കുട്ടികളോട്. ഒരു തരം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണകൂട ഭീകരതയാണ് നടക്കുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാണിച്ചു പോവുകയാണ്. എന്തെല്ലാം ചെയ്തികളാണ് ആ കുട്ടികളെ ചെയ്തത് പറയുന്നില്ല. ഞാൻ ഈ മെമ്പറിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കാത്തതിനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഒരു ഭരണകൂടത്തിന് ഒരിക്കലും നിരക്കുന്ന കാര്യമല്ല. മുമ്പും ഇവിടെ ഭരണകൂടങ്ങൾ വന്നു പോയിട്ടുണ്ട്. ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചവർ ഈ രാജ്യത്തുണ്ട്. ഇത്രയും കുട്ടികളുടെ ഭാവി, ഒരുപാട് കുട്ടികൾ ആത്മഹത്യ, 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടും അതും ഇതും പറഞ്ഞ് ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത് എങ്കിൽ ഇന്ത്യയാണ് ജനാധിപത്യ രാജ്യമാണ്. അതിന്റെ മറുപടി കാലേ അറിയാതിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അവിടെ ആ ന്യായമായ, തികച്ചും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആ മക്കൾക്ക് വിജയം കൈവരിക്കാൻ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആദ്യത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആറ്റവും തന്റേടവും എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മരണം എന്ന് പറയുമ്പോൾ അതിങ്ങനെ നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന മരണങ്ങൾ അടുത്ത കുറെ ദിവസങ്ങളായി നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മരിക്കും, എപ്പോഴാണെന്ന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പാകെ അവരൊക്കെ പോവുകയാണ്. ഈ മരണത്തോടനുബന്ധിച്ച് മരണപ്പെട്ടു പോകുന്നവർ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ താജുവിന്റെ സഹോദരിക്കും സഹോദരനും വേണ്ടി പ്രാർത്ഥിച്ച രോഗശമനത്തിന് വേണ്ടി അള്ളാഹിന്റെ വിധി മറ്റൊന്നായിരുന്നു. 2 ആളെയും അള്ളാഹു തിരിച്ചു വിളിച്ചു. അവർക്ക് 2 ആൾക്കും, ആ സഹോദരനും ആ സഹോദരിക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവർ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ സയ്യിആത്തുകൾ അള്ളാഹു വിട്ടുകൊടുത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് വരേണ്ട മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. അവരനുഭവിക്കുന്ന വിഷമങ്ങൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവരനുഭവിക്കുന്ന വേദനകൾ നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ വേദനകളിൽ നിന്ന് മുക്തരാകുവാനും ക്ഷമ കൈക്കൊള്ളുവാനും അതിനെ അതിജയിച്ച് മുന്നോട്ട് പോകുവാനും അങ്ങനെയുള്ളവർക്കെല്ലാം
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സുപരിചിതനായ അസ്ലം സേഠിന്റെ മകൻ ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് ICUവിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ യുവ സഹോദരന്റെ പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ ചികിത്സകളെല്ലാം പൂർണ്ണമായും എഫക്റ്റീവായി തീരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല രൂപത്തിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ, ഖൈറ് നിറഞ്ഞ ജീവിതം മുന്നോട്ട് നയിക്കാൻ സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പിൻതലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ ഭംഗിയായി നിറവേറ്റി പോകാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.